അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ദില്ലി കേരള ഹൗസിൽ വമ്പൻ സ്വീകരണം ഒരുക്കി തൊഴിലാളി സംഘടനയും യുവജന സംഘടനയും. രാത്രി വൈകിയും കേരള ഹൗസിലേക്ക് നീണ്ട നിരയായിരുന്നു. മുഖ്യമന്ത്രി താമസിക്കുന്ന കൊച്ചിൻ ഹൗസിലെത്തി ഹാരവും പൊന്നാടയും അണിയിച്ച് ആശംസകൾ നേർന്നാണ് ഈ പ്രവർത്തകർ മടങ്ങിയത്. വൈഎസ് അഭിനന്ദ് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം ദില്ലിയിൽ നിന്ന് പോയ സമയത്ത് മുഖ്യമന്ത്രിയാകുമോ എന്ന മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രമാണ് മറുപടി നൽകിയതെങ്കിൽ ഇന്നിപ്പോൾ കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലേക്ക് നിറച്ചിരിയോടുകൂടി മുഖ്യമന്ത്രിയായി കയറിപ്പോയിരിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തത്. വി.ഡി. സതീശനെ തങ്ങൾക്ക് മുഖ്യമന്ത്രി ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം ജെൻസി കുട്ടികൾ അന്ന് ഇവിടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഹാരമണിയിച്ചും ഒപ്പം തന്നെ പുഷ്പമൊക്കെ വാരിയെറിഞ്ഞുമാണ് വി.ഡി. സതീശനെ സ്വീകരിച്ചത്. വി.ഡി. സതീശൻ അങ്ങനെ മുഖ്യമന്ത്രി, നിങ്ങൾ അന്ന് വന്ന് മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അതോടുകൂടി സാധിച്ചു. എന്താണ് പറഞ്ഞത്? പ്രശ്നത്തിലല്ല, നമ്മളെല്ലാവരും ആഗ്രഹം അതായിരുന്നു. നമ്മുടെ ജനവികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി വരണമെന്നുള്ളത് തന്നെയായിരുന്നു ജൻസികളുടെ ആയാലും കേരളത്തിലെ ഒന്നടങ്കമുള്ള ജനങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. അതിന് ഒത്തിരി തീരുമാനം ഹൈക്കമാൻഡ് തന്നു എന്നുള്ളതാണ്. അതിന് ആദ്യം തന്നെ ഹൈക്കമാൻഡിനോട് നന്ദി പറയാം. നേരിട്ട് കണ്ടോ? കണ്ടു, ഒരുപാട് സന്തോഷം. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പറയാനൊന്നും കിട്ടില്ല, ഭയങ്കര റഷായിരുന്നു. ബട്ട് എനിവേ നല്ല സന്തോഷത്തിലാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണോ കാണുന്നത്? ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അന്ന് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു പരിപാടിയൊക്കെ കേരള ഹൗസിന് മുന്നിൽ സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകൻ കൂടിയാണ്. പേരൊന്ന് പറഞ്ഞേക്കുന്നത്. എൻ്റെ പേര് C.K. ഷാഹിദ്. ഞാനിവിടെ 3ാം വർഷ LLB വിദ്യാർത്ഥിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവസാനം നിങ്ങളുടെ അന്ന് ഭയങ്കര വൈകാരികമായിട്ടുള്ള പ്രതികരണമൊക്കെയാണ് നടത്തിയത്. അവസാനം മുഖ്യമന്ത്രി ആയിരിക്കുന്നത്, എന്ത് പറയണം? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു സാർ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളത്. അത് ഹൈക്കമാൻഡ് അത് മനസ്സിലാക്കി, ജനവികാരം മനസ്സിലാക്കി അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു. ഇത്രയും വൈകിയ വേളയിലും അടുത്ത ദിവസമായി അപ്പോഴും ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള ഹൗസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നത്. 10 വർഷത്തിനിപ്പുറം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വന്നത് അത് ആഘോഷമാക്കി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം വന്ന കാറാണിത്. കാറ് മുഴുവനും ഇത്തരത്തിലേക്ക് പുഷ്പമാണ്. അപ്പം അങ്ങനെ വി.ഡി. സതീശനെ സ്വീകരിക്കാനായിട്ട് ജെൻസി പിള്ളേർ ഒരുമിച്ചെത്തുന്നു. ഇപ്പോൾ അത് വലിയ ആഘോഷമാക്കി മാറ്റിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള ഹൗസിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ വൈഎസ് അഭിനന്ദിൻ. റിപ്പോർട്ടർ. ശരി, അപ്പോൾ വലിയ ആഘോഷമാണ് നടന്നത്. വലിയ സ്വീകരണമാണ് വി.ഡി. സതീശൻ ലഭിച്ചത്. വൈഎസ് അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്.